എല്ലാവർക്കും നമസ്കാരം. നാമരാമായണത്തിലെ യുദ്ധകാന്ഡം തുടങ്ങിയിരിക്കുന്നു. കുറച്ച് നാമങ്ങൾ ചൊല്ലിയിടാം. രാവണനിധന പ്രസ്ഥിത രാമ, വാനര സൈന്യ സമാവൃത രാമ, ശോഷിത സരിതീശാർത്ഥിത രാമ, വിഭീഷണാഭയദായക രാമ, പർവ്വതസേതു നിബന്ധക രാമ, കുംഭകർണശിരച്ഛേദക രാമ. നമ്മളും യുദ്ധകാന്ഡത്തിലേക്ക് വായന എത്തിച്ചിരിക്കുകയാണ്. ഹനുമാന് സീതാദേവിയുടെ അനുഗ്രഹം കൊണ്ട് വാലിൽ തീ കൊളുത്തി നഗരവീഥികളിലൂടെ കൊണ്ടു നടന്നിട്ടും അഗ്നിദേവൻ വളരെ ശീതളമായ ഒരനുഭവമാണ് ഹനുമാന് കൊടുത്തത്. ഒരാളുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന എല്ലാ ദുരിതങ്ങളും കഷ്ടങ്ങളും വളരെ ലഘൂകരിക്കപ്പെടും എന്ന് തന്നെയാണ് എല്ലാവർക്കും അതുതന്നെ എനിക്കും അനുഭവം. പ്രാർത്ഥന, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനുണ്ടാവുക, അതൊക്കെ ജീവിതത്തിലൊരു അനുഗ്രഹമാണ്. പ്രാർത്ഥന എന്നും എല്ലാവർക്കും ഗുണമേ ചെയ്യൂ. നമുക്ക് യുദ്ധകാന്ഡത്തിലേക്ക് കടക്കാം. ഹനുമാൻ വന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞതും ഒട്ടും താമസിക്കാതെ തന്നെ ശ്രീരാമനും സുഗ്രീവനും വിജയം വരിക്കാനുള്ള ശുഭമുഹൂർത്തത്തിൽ അപ്പോൾ തന്നെ യുദ്ധത്തിന് പുറപ്പെടാം എന്നുള്ള ഒരുക്കത്തിൽ എല്ലാ വാനര സൈന്യം അനുസരിച്ച് സംഖ്യാതീതമായ വാനരഭടന്മാരെയും കൊണ്ട് ഒരു മഹാസൈന്യം തന്നെ കൂട്ടിയെടുത്ത് യുദ്ധോത്സാഹത്തോടുകൂടി മുൻപോട്ട് പോവുകയാണ്. പാദപതനത്തിൽ നിന്നിളകി ഉയരുന്ന ധൂളീപടലത്താൽ അംബരദേശത്തെ ആച്ഛാദനം ചെയ്തും സമരോത്സാഹജന്യമായ ഗർജനങ്ങളാൽ അഷ്ടദിഗന്ധങ്ങളെയും വിറപ്പിച്ചുകൊണ്ടും പർവ്വതങ്ങളും താഴ്വരകളും കാനനങ്ങളും നദികളും മറ്റും തരണം ചെയ്ത വാനര സൈന്യം യുദ്ധയാത്ര അവസാനിപ്പിച്ചത് പാരാവാരത്തിന്റെ ഉത്തരതീരത്തിലായിരുന്നു. സൂര്യചന്ദ്രന്മാർ ഒരേ സമയത്ത് ഉദിച്ചുയർന്നിരിക്കുന്നു എന്ന പ്രതീതി ഉളവാക്കുമാറ് വാനര സമൂഹ മധ്യത്തിൽ പ്രശോഭിച്ചിരുന്ന ശ്രീരാമനും ലക്ഷ്മണനും യഥാക്രമം ഹനുമാന്റെയും അംഗദന്റെയും സ്കന്ധങ്ങളിൽ നിന്ന് സമുദ്രതീരത്തെ മണൽപ്പരപ്പിൽ ഇറങ്ങി. അനന്തങ്ങളായ അംബരസാഗരങ്ങൾ ചക്രവാളത്തിൽ സമ്മേളിച്ചിരിക്കുന്ന കാഴ്ച എല്ലാവരിലും അനിർവചനീയമായ ഒരുതരം അനുഭൂതി ഉളവാക്കി. പർവ്വതതുല്യമായ ജലവിധി തരംഗങ്ങൾ ഇളകിമറിഞ്ഞ് തീരത്തിൽ ആഞ്ഞടിക്കുന്ന ശബ്ദത്തിന് രാക്ഷസന്മാരുമായി ഉണ്ടാകാൻ പോകുന്ന യുദ്ധത്തിലെ ശബ്ദവുമായി സാമ്യമുണ്ടെന്ന് വീരവാനരന്മാർക്ക് തോന്നി. പകൽ സമയത്ത് സൂര്യരശ്മികളേറ്റ ഒരു തരത്തിലും രാത്രി സമയത്ത് താരകാസമേതനായ ചന്ദ്രന്റെ കിരണാവലി പതിച്ച് വേറൊരു തരത്തിലും വെട്ടിത്തിളങ്ങുന്ന വാരിരാശി വാനരന്മാരിൽ അത്ഭുതമുളവാക്കി. എങ്ങനെയാണ് സേതുബന്ധനം നിർവഹിച്ച് മറുകരയിലെ ലങ്കയിൽ എത്തിച്ചേരുക എന്നതിനെക്കുറിച്ചായി ശ്രീരാമലക്ഷ്മണന്മാരുടെയും സുഗ്രീവ ജാമ്പവാദി വാനര പ്രമുഖന്മാരുടെയും സംയുക്തമായ ചർച്ച. അവരെയും ശത്രുക്കളെയും സാരമായി ബാധിച്ച് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന സംഭവ പരമ്പരയുടെ ആരംഭം കുറിക്കുകയായിരുന്നു ആ സമയത്ത് ലങ്കാനഗരിയിൽ. രാവണൻ മന്ത്രിമാരെയും സേനാധിപന്മാരെയും വരുത്തി അവരോട് പറഞ്ഞു, ഒരു വാനരാധമൻ നമ്മുടെ ആസ്ഥാനത്തിൽ കടന്നുവന്ന് സീതയെ കാണുകയും മറ്റു പല തോന്യാസങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണല്ലോ. ജ്ഞാനദൃഷ്ടിയുള്ളവർ ഒന്നിച്ചു നടത്തുന്ന മന്ത്രാലോചനകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. രാമനും വാനര സൈന്യവും ഇവിടെ വന്ന് ആക്രമണം നടത്തുകയില്ലെന്ന് തീർത്തു പറഞ്ഞുകൂടാ. നാം ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുവാൻ. മന്ത്രിപ്രധാനനായ പ്രഹസ്തൻ പറഞ്ഞു, പ്രഭു, അമാനുഷിക വർഗക്കാർ ഒത്തുചേർന്നാൽ പോലും അങ്ങയെ എതിർത്ത് നിൽക്കാൻ കഴിയുകയില്ല. ആ വാനരം നമ്മെ ചതിക്കുകയാണുണ്ടായത്. നാം അല്പമൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ യാതൊന്നും സംഭവിക്കുമായിരുന്നില്ല. ആട്ടെ, വാനരവംശമാകെ ഉന്മൂലനം ചെയ്യാൻ ഞാൻ മാത്രം മതിയാകും. ദുർമുഖൻ എന്നവൻ പറഞ്ഞു, പ്രഹസ്തൻ ചെയ്യുന്നതൊക്കെ എനിക്കും സാധിക്കും. പക്ഷെ ഒന്നുണ്ട്, വാനരനെ പറഞ്ഞയച്ചവരെ വേണം ആദ്യം പാഠം പഠിപ്പിക്കാൻ. കുറെ രാക്ഷസന്മാർ മനുഷ്യരൂപം ധരിച്ച് ഭരതൻ നിയോഗിച്ചവരെന്ന നാട്യത്തിൽ രാമലക്ഷ്മണന്മാരെ സമീപിച്ച് അവരെ കൊലപ്പെടുത്തണം. കുംഭകർണപുത്രനായ നികുംബൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്നാൽ മതി. ഞാൻ തനിച്ച് ചെന്ന് രാമനെയും ലക്ഷ്മണനെയും മറ്റുള്ളവരെയും കൊന്നിട്ട് വരാം. വിരൂപാക്ഷൻ, വജ്രദംഷ്ട്രൻ, ധൂമ്രാക്ഷൻ,
അതികായൻ, മഹാപാർശ്വൻ, മഹോദരൻ മുതലായ അനേകം പേർ ഏതാണ്ട് മുൻഗാമികൾ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ പിന്താങ്ങി. എന്നാൽ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് രാവണന്റെയും കുംഭകർണന്റെയും കനിഷ്ഠ സഹോദരനായ വിഭീഷണൻ സംസാരിച്ചത്. ജ്യേഷ്ഠ, അസാധ്യമെന്ന് കരുതാവുന്ന കൃത്യങ്ങളാണ് ഹനുമാൻ ഇവിടെ വന്ന് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് മാത്രം മനസ്സിലാക്കാം ഹനുമാന്റെയും ശ്രീരാമലക്ഷ്മണന്മാരുടെയും പ്രഭാവം. അതുപോട്ടെ, അങ്ങ് ശ്രീരാമപത്നിയെ അപഹരിച്ചു കൊണ്ടുപോന്നു. ദോഷകരവും പാപവുമാണ് അന്യന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ടുവരിക. ശ്രീരാമൻ യഥാർത്ഥത്തിൽ ധർമ്മിഷ്ഠനും പുരുഷോത്തമനുമാണ്. അങ്ങ് സീതയെ ശ്രീരാമന് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അങ്ങും രാക്ഷസവംശവും നശിക്കും. ഞാൻ സ്നേഹത്തോടെയാണ് ഈ പറയുന്നത്. വിപരീതാഭിപ്രായം പ്രകടിപ്പിച്ച അനുജനോടുണ്ടായ നീരസം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് രാവണൻ സഭ പിരിച്ചുവിട്ടിട്ട് ആസ്ഥാന മണ്ഡപത്തിൽ നിന്നിറങ്ങി അന്തഃപുരത്തിലേക്ക് പോയി. രണ്ടാമതും രാജസദസ് വിളിച്ചു കൂട്ടിയപ്പോഴും വാനരാക്രമണം തടയുന്നതിനുള്ള മാർഗങ്ങൾ ആരായുക എന്നത് തന്നെയായിരുന്നു ചർച്ചാ വിഷയം. 6 മാസമായി നിദ്രാവലംബിയായിരുന്ന കുംഭകർണൻ അപ്പോൾ സദസ്സിൽ സന്നിഹിതനായിരുന്നു എന്നുള്ളതാണ് വ്യത്യാസം. രാവണൻ സദസ്സിനെ അഭിമുഖീകരിച്ചു. എന്റെ പ്രിയപ്പെട്ട അനുജൻ കുംഭകർണൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വാസ്തവത്തിൽ ഭാഗ്യം തന്നെയാണ്. ഞാൻ സീതയെ അപഹരിച്ചു കൊണ്ടുവന്നു, ശരിയാണ്. അവൾക്ക് തുല്യമായ ഒരു സുന്ദരിയെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണുകയുമില്ല. ഹുദാഗ്നി ജ്വാലകളെപ്പോലെ, ആദിത്യ രശ്മികളെപ്പോലെ പരിശുദ്ധയാണ് സീത. അവൾ ആവശ്യപ്പെട്ട കാലാവധി ഞാൻ നൽകിയിരിക്കുകയാണ്. ശ്രീരാമനെ സർവ്വതാ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. എന്തായാലും ശരി, ഞാൻ അവളെ മടക്കി കൊടുക്കുകയില്ല. എന്നിരുന്നാലും ആലോചിച്ചു വേണം പ്രവർത്തിക്കുവാൻ. ശ്രീരാമലക്ഷ്മണന്മാരും വാനര സൈന്യവും സമുദ്രത്തിന്റെ വടക്കേ കരയിൽ വന്നെത്തിയിരിക്കുന്നു. അവരെ നശിപ്പിക്കാനുള്ള വഴികൾ നാം ആലോചിക്കണം. അപ്പോഴതാ വിഭീഷണനെ അനുകരിച്ച് സംസാരിക്കുകയാണ് കുംഭകർണനം. ജ്യേഷ്ഠ, മറ്റാരോടും ആലോചിക്കാതെ ചെയ്തതല്ലേ സീതാപഹരണം? ഇപ്പോഴത്തെ പോലെ അപ്പോഴും ഞങ്ങളോട് ആലോചിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ആദ്യം ചെയ്യാനുള്ളത് അവസാനവും അവസാനം ചെയ്യേണ്ടത് ആദ്യവും ചെയ്യുന്നവൻ നീതിയും അനീതിയും തമ്മിലുള്ള അന്തരം അറിയുന്നില്ല. അങ്ങ് അകൃത്യമാണ് ചെയ്തത്. തുടർന്ന് കുംഭകർണൻ നടത്തിയ അഭിപ്രായ പ്രകടനം സ്വേച്ഛയ്ക്ക് വിരുദ്ധമാണെങ്കിലും ഭ്രാതൃസ്നേഹത്താൽ പ്രചോദിതമായിരുന്നു. അതെന്തുമാകട്ടെ, ജ്യേഷ്ഠന്റെ ശത്രുക്കൾ ആരായാലും ഞാൻ നശിപ്പിക്കും. രാമലക്ഷ്മണന്മാരെ വധിച്ചിട്ട് ജ്യേഷ്ഠനെ സ്വസ്ഥനാക്കുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ജ്യേഷ്ഠൻ സന്തോഷത്തോടെ കഴിയണം. മഹാപാർശ്വൻ എഴുന്നേറ്റ് പറഞ്ഞു, തമ്പുരാനെ, അങ്ങ് സീതയോടുകൂടെ സുഖിച്ചു കൊള്ളണം. കുംഭകർണനും ഇന്ദ്രജിത്തും ഞങ്ങളോടൊന്നിച്ചുണ്ടായിരുന്നാൽ മതിയാകും. ഏത് ശത്രുവായാലും ഞങ്ങളെ ഇല്ലായ്മ ചെയ്യും, തീർച്ച. അന്നുവരെ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു വസ്തുത രാവണൻ അപ്പോൾ പരസ്യമാക്കി. മഹാപാർശ്വ, മുമ്പൊരിക്കൽ ഞാൻ ആകാശത്ത് വെച്ച് അതിസുന്ദരിയായ പുഞ്ചികസ്ഥലയെ കാണാനിടയായി. ബ്രഹ്മലോകത്തേക്ക് പോവുകയായിരുന്ന അവളെ ഞാൻ ബലാത്കാരം ചെയ്തു. അവൾ ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് സങ്കടമുണർത്തിച്ചു. ബ്രഹ്മാവ് എനിക്കൊരു ശാപമേകി. ഞാൻ പരസ്ത്രീയെ ബലം പ്രയോഗിച്ച് തൊട്ടാൽ എൻ്റെ തല 100 നുറുങ്ങുമെന്നതായിരുന്നു ശാപം. അതൊരു കാരണമാണ് സീതയോട് ബലപ്രയോഗത്തിന് മുതിരാതിരിക്കുവാൻ. എന്നാലും എൻ്റെ ശക്തി അറിയാതെ രാമൻ എന്നോട് കളിക്കുന്നത് ഗുഹയിൽ കിടന്നുറങ്ങുന്ന സിംഹത്തെ ഉണർത്തുന്നത് പോലെയാണ്. ഞാൻ അവനെയും വാനരന്മാരെയും നശിപ്പിക്കും. അപ്പോഴും വിഭീഷണൻ ജ്യേഷ്ഠഭ്രാതാവിനെ അബദ്ധസഞ്ചരണത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ആത്മാർത്ഥമായും സ്നേഹപൂർണവുമായ ഒരു ശ്രമം നടത്തി. ജ്യേഷ്ഠ, കാളസർപ്പത്തെ പിടിക്കുന്നതിനൊപ്പമാണ് അങ്ങ് സീതയെ അപഹരിച്ചത്. ശ്രീരാമനും ലക്ഷ്മണനും വാനര സൈന്യവും ഇങ്ങെത്തുന്നതിന് മുമ്പ് സീതയെ ശ്രീരാമന് തിരിച്ചു കൊടുക്കണം. ഇവിടുത്തെ വീരന്മാരെല്ലാം ഒന്നിച്ചാലും ശ്രീരാമനെ എതിർത്താൽ മരിക്കുകയേ ഉള്ളൂ. ഏത് ലോകത്ത് പോയി ഒളിച്ചിരുന്നാലും രാമബാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കുകയില്ല. മന്ത്രിപ്രവരനായ പ്രഹസ്തൻ എതിർത്തു. നമുക്ക് ദേവന്മാരെയോ ഗന്ധർവന്മാരെയോ മറ്റ് അമാനുഷിക വർഗ്ഗക്കാരെയോ പോലും പേടിക്കേണ്ടതില്ല. പിന്നെയാണോ വെറും മനുഷ്യനായ രാമനെ പേടിക്കുക? വിഭീഷണൻ വിട്ടില്ല. പ്രഹസ്ത, എൻ്റെ 2 ജ്യേഷ്ഠന്മാരും അങ്ങും മറ്റെല്ലാ മഹാരഥന്മാരും ഒന്നിച്ചാലും ശ്രീരാമനോട് തോൽക്കുകയേ ഉള്ളൂ. അങ്ങയെപ്പോലുള്ളവർ മിത്രങ്ങളെന്ന് ഭാവിക്കുന്ന ശത്രുക്കളാണ്. രാക്ഷസ വംശത്തെ നശിപ്പിക്കുന്നതാണ് അങ്ങയെപ്പോലുള്ളവരുടെ സേവൻ പറയൽ. ബടവാഗ്നിക്ക് സമനാണ് ശ്രീരാമൻ. അങ്ങും മറ്റുള്ളവരും കൂടി ആ അഗ്നിയിൽ നിന്ന് എൻ്റെ ജ്യേഷ്ഠനെ രക്ഷിക്കണം. വിഭീഷണന്റെ ഉപദേശം ഇന്ദ്രജിത്തിനെ വല്ലാതെ ചൊടിപ്പിച്ചു. അച്ഛാ, പേടിക്കുടലനായ ഇളയച്ചൻ എന്തൊക്കെയോ ജൽപ്പിക്കുകയുണ്ടായി. നമ്മുടെ കുലത്തിൽ ജനിച്ച മറ്റൊരുവനും ഇമാതിരി സംസാരിക്കുകയില്ല. അത്രയും രാവണനോട് പറഞ്ഞിട്ട് ഇന്ദ്രജിത്ത് വിഭീഷണനെ നേരിട്ടു. ഇളയച്ഛ, അങ്ങ് ഭീരുവാണ്. ദേവേന്ദ്രനെ തോൽപ്പിച്ച് തടവിൽ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് തളച്ചിട്ടവനാണ് ഞാൻ. പിന്നെയാണ് രാമൻ എന്ന വെറും മനുഷ്യനെ ഭയപ്പെടുന്നത്. വിഭീഷണൻ മറുപടി നൽകി. ഇന്ദ്രജിത്തെ, നിനക്കിപ്പോഴും പക്വബുദ്ധി ഉണ്ടായിട്ടില്ല. നിന്റെ അച്ഛന് രാമനിൽ നിന്ന് നാശമുണ്ടാകുവാൻ നീ ആഗ്രഹിക്കുന്നത് പോലെ തോന്നുന്നു. ശ്രീരാമന്റെ ശക്തിക്ക് നീ എന്നല്ല സകലരും അടിമപ്പെടും. സീതയെ ശ്രീരാമന് മടക്കി കൊടുത്താലേ നമുക്ക് രക്ഷയുള്ളൂ. എല്ലാം കേട്ടുകൊണ്ട് അതുവരെ മിണ്ടാതിരുന്ന രാവണൻ ക്രുദ്ധനായി.
വിഭീഷണ, എൻ്റെ ആത്മശത്രുവിനെ സേവിക്കുന്നവനാണ് നീ. എൻ്റെ ഐശ്വര്യത്തിൽ അസൂയപ്പെടുന്ന നീചനാണ് നീ. വണ്ട് പൂവിലെ തേൻ നുകർന്നു കഴിഞ്ഞാൽ പൂവിനെ ഉപേക്ഷിക്കുന്നു. ആന കുളി കഴിഞ്ഞാൽ ഉടൻ പൊടിയെടുത്ത് സ്വശരീരത്തിലിടുന്നു. അതുപോലെയാണ് നിന്റെ പെരുമാറ്റം. മറ്റൊരുത്തനാണ് വേണ്ടാത്തത് പറഞ്ഞിരുന്നതെങ്കിൽ ഒരു നിമിഷം ജീവിക്കുമായിരുന്നില്ല. നീ എൻ്റെ അനുജനായി ജനിച്ചുവല്ലോ. അഗ്രജന്റെ ആ വാക്കുകൾ അനുജന്റെ ശാന്തതയെ ഇല്ലാതാക്കി. ജ്യേഷ്ഠ, എനിക്ക് പിതാവിനൊപ്പം വന്യനാണ് അങ്ങ്. എന്നാൽ അങ്ങ് ഇപ്പോൾ പറഞ്ഞത് എനിക്ക് സഹിക്കാനാവില്ല. പ്രിയം പറയുന്നവർ ധാരാളമുണ്ടാവും, എന്നാൽ നന്മയ്ക്ക് വേണ്ടി അപ്രിയം പറയുന്നവർ ചുരുക്കമാണ്. ജ്യേഷ്ഠന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ഞാൻ അപ്രിയം പറഞ്ഞത്. ഞാനിതാ വിട്ടുപോവുകയാണ്. ജ്യേഷ്ഠന് സ്വസ്തിയുണ്ടാകട്ടെ. അത്രയും പറഞ്ഞ് വിഭീഷണൻ വിശ്വസ്തരായ 4 അനുചരന്മാരാൽ അനുഗതനായി രാജസദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആകാശമാർഗത്തിലൂടെ സഞ്ചരിച്ച് സമുദ്രത്തിന്റെ ഉത്തര തീരത്ത് താവളമടച്ചിരിക്കുന്ന വാനര സൈന്യത്തിന്റെ മുമ്പിൽ ചെന്നിറങ്ങി. എന്നിട്ട് സുഗ്രീവനോട് പറഞ്ഞു, ഞാൻ രാവണന്റെ അനുജനായ വിഭീഷണനാണ്. സീതാദേവിയെ ശ്രീരാമനെ തിരിച്ചു നൽകണമെന്ന് ഞാൻ ജ്യേഷ്ഠനോട് പല പ്രാവശ്യം അപേക്ഷിച്ചു. പക്ഷെ ജ്യേഷ്ഠൻ എൻ്റെ അപേക്ഷ കൈക്കൊണ്ടില്ല, ഇനി കൈകൊള്ളുകയുമില്ല. ഞാൻ ജ്യേഷ്ഠനെയും ലങ്കയെയും ഉപേക്ഷിച്ചു വന്ന് ശ്രീരാമനെ ശരണം പ്രാപിക്കുന്നു. രാവണ സഹോദരന്റെ ആഗമനം ഗൂഢമായ ദുരുദ്ദേശങ്ങളോടെയായിരിക്കണം എന്ന് സംശയിച്ച് ശ്രീരാമനെ കണ്ട് വിവരം ധരിപ്പിച്ച് സുഗ്രീവനോടും മറ്റു ചില വാനര പ്രമുഖന്മാരോടും ശ്രീരാമൻ അഭിപ്രായം ആരായുകയായി. രാക്ഷസ ശത്രുവിനെ ഉടൻ തന്നെ കാലനൂർ അയക്കണമെന്ന് ചിലരും, ചാരന്മാരിലൂടെ അവന്റെ ആഗമനോദ്ദേശം ആദ്യം അറിഞ്ഞിട്ട് പിന്നീട് വേണ്ടത് ചെയ്യണമെന്ന് മറ്റു ചിലരും അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുവെങ്കിലും വിഭീഷണന് അഭയം കൊടുക്കണമെന്ന് തീർത്തു പറഞ്ഞത് ഹനുമാൻ മാത്രമായിരുന്നു. എല്ലാം ക്ഷമയോടുകൂടി കേട്ടതിനു ശേഷം ശ്രീരാമൻ തൻ്റെതായ തീരുമാനം അറിയിച്ചു. സ്നേഹിതരെ, പണ്ടൊരു ആൺപ്രാവ് തൻ്റെ ഭാര്യയായ പെൺപ്രാവിനെ കൊന്ന വേടന് സ്വമാംസം കൊടുത്തതായി ഞാൻ കേട്ടിട്ടുണ്ട്. അഭയം പ്രാപിക്കുന്ന ശത്രുവിനെ പോലും സ്വീകരിക്കണമെന്ന് കണ്ണുപുത്രനായ കണ്ടു മഹർഷി പറഞ്ഞിട്ടുണ്ട്. ശരണാഗതനെ രക്ഷിക്കാത്തവന്റെ പുണ്യമെല്ലാം നശിച്ചു പോകും. ഞാൻ വിഭീഷണനെ സ്വീകരിക്കുന്നു. വേഗം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുവേൻ. അതനുസരിച്ച് അനീതനായ വിഭീഷണൻ 4 അനുചരന്മാരോടും കൂടി ശ്രീരാമപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ച് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പ്രഭോ, സ്വരാജ്യത്തെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും ഉപേക്ഷിച്ച് ഞാൻ സർവ്വജീവികൾക്കും അഭയസ്ഥാനമായ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഇപ്പോൾ മുതൽ എൻ്റെ ജീവനും രാജ്യവും സൗഖ്യവും എല്ലാം അങ്ങയുടെ അധീനതയിലായിരിക്കും. ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ സമുദ്രജലം കൊണ്ടുവന്ന് വിഭീഷണന് അഭിഷേകം ചെയ്തു. രാവണന്റെ അനന്തരഗാമിയായ ലങ്കാധിപതിയായിട്ടും തന്റെയും ജ്യേഷ്ഠന്റെയും വാനര രാജാവിന്റെയും ഉറ്റമിത്രമായ രാക്ഷസ രാജാവായിട്ടും. അതിനിടയ്ക്ക് രാവണന്റെ ചാരപ്രമുഖന്മാരിൽ ഒരുവനായ ശാർദൂലൻ എന്ന രാക്ഷസൻ ശ്രീരാമന്റെ നേതൃത്വത്തിൽ വാരാനിധിയുടെ ഉത്തരതീരത്തിൽ താവളമടിച്ചിരിക്കുന്ന വാനര സൈന്യത്തിന്റെ വിശദ വിവരങ്ങൾ സ്വസ്വാമിക്ക് നൽകി. സുഗ്രീവനെ ശ്രീരാമനിൽ നിന്ന് അകറ്റണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി രാവണൻ ശുഗൻ എന്നുപേരായ രാക്ഷസൻ മുഖാന്തരം ഒരു സന്ദേശം കൊടുത്തയച്ചു. കാമരൂപിയായ ശുഗൻ പക്ഷിവേഷം ധരിച്ച് ആകാശമാർഗത്തിലൂടെ വാനര സൈന്യത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് രാവണന്റെ സന്ദേശം നൽകി. സുഗ്രീവ, രാജവംശത്തിൽ ജനിച്ചവനാണ് അങ്ങ്. മാത്രമല്ല എനിക്ക് സഹോദരതുല്യനുമാണ്. രാമപക്ഷത്തിൽ ചേർന്നതുകൊണ്ട് അങ്ങേക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുവാനില്ല. രാമന്റെ ഭാര്യയെ ഞാൻ അപഹരിച്ചതുകൊണ്ട് അങ്ങേക്ക് എന്ത് നഷ്ടമുണ്ടായി? ബുദ്ധിശാലിയായ അങ്ങ് ഉടനെ കിഷ്കിന്ധയിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് ഉചിതമായിട്ടുള്ളത്. ദേവഗന്ധർവാദി വർഗക്കാർക്ക് പോലും ലങ്കയിൽ കാലുകുത്താൻ കഴിയാത്ത സ്ഥിതിക്ക് മനുഷ്യർക്കും വാനരന്മാർക്കും എന്തു ചെയ്യാനൊക്കും? ആവശ്യപ്പെടാത്ത ഉപദേശത്തോടുകൂടി ഒരു ഭീഷണിയും കലർത്തിയിരിക്കുന്ന ഈ സന്ദേശം നൽകിയ പക്ഷിരൂപത്തിലുള്ള രാവണദൂതനെ വാനരന്മാർ വാനിൽ ഉയർന്ന് ചാടിപ്പിടിച്ച് തൂവലുകൾ പറിച്ചെടുക്കുവാൻ ഒരുക്കമായി. അവന്റെ ദയനീയമായ വിലാപം കേട്ട് മനസ്സലിഞ്ഞ് ശ്രീരാമന്റെ ആജ്ഞപ്രകാരം മോചനം സിദ്ധിച്ച അവന് എന്ത് സന്ദേശമാണ് രാവണന് നൽകേണ്ടതെന്ന് സുഗ്രീവനോട് ചോദിച്ചു. സ്വജീവിതം പോലും ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന വാനര രാജാവ് ശുഗൻ മുഖാന്തരം കൊടുത്തയച്ച സന്ദേശം ഇതായിരുന്നു: ഹേ രാവണ, എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമന്റെ ശത്രുവായ നീ വധശിക്ഷയ്ക്ക് അർഹനാണ്. ഞങ്ങൾ താമസിയാതെ കടൽ കടന്നു വരികയും ലങ്കയെ ചുട്ട് ചാമ്പലാക്കുകയും ചെയ്യും. ആര് തന്നെ സഹായിച്ചാലും നിനക്ക് ശ്രീരാമനിൽ നിന്ന് രക്ഷ കിട്ടുകയില്ല. വൃദ്ധനായ ജടായുവിനെ കൊന്നതുകൊണ്ട് നിനക്ക് എന്ത് മേന്മയുണ്ടായി? ശ്രീരാമനും ലക്ഷ്മണനും ആശ്രമത്തിൽ ഇല്ലാത്തപ്പോഴല്ലേ നീ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയത്? ശ്രീരാമൻ നിന്റെ പ്രാണനെ അപഹരിക്കുന്നെന്ന് തീർച്ചയാക്കിക്കൊള്ളൂ. ശ്രീരാമന്റെ അനുമതിയോടുകൂടി പക്ഷിരൂപത്തിലുള്ള സന്ദേശവാഹകൻ പറന്നുപോയതിനു ശേഷം വിഭീഷണ സുഗ്രീവാദികളുടെ ഉപദേശമനുസരിച്ച് ശ്രീരാമൻ ലങ്കയിലേക്ക് പോകുന്നതിനായി സാഗരത്തെ പ്രീണിപ്പിക്കുവാൻ വ്രതം നോറ്റു തുടങ്ങി. നിലത്ത് ദർഭപ്പുല്ല് വിരിച്ച് അതിൽ തല കിഴക്കോട്ട് വെച്ച് ശയിച്ചുകൊണ്ട് സഗരവംശജനായ ശ്രീരാമൻ സാഗരത്തെ ഉപാസിച്ചു. എന്നാൽ 3 അഹോരാത്രങ്ങൾ കടന്നുപോയിട്ടും സാഗരത്തിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് കണ്ട് കോപാകുലനായ ശ്രീരാമൻ എന്നാൽ ഇനി ശിക്ഷ എന്ന നിലയിൽ സമുദ്രത്തെ ആകെ വറ്റിക്കുക തന്നെ എന്ന് നിശ്ചയിച്ച് കോദണ്ഡ ചാപത്തിൽ
സമുദ്രത്തെ ലക്ഷ്യമാക്കി ഒരു തീഷ്ണ ശരം തൊടുത്തു. ശ്രീരാമഹിതം അനുസരിക്കുവാൻ ഇനിയും താമസിച്ചാൽ തകരാറാവുമെന്ന് ബോധ്യപ്പെട്ട സാഗരം തൻ്റേതായ ദിവ്യരൂപം ധരിച്ച് പരിഭ്രമത്തോട് ഓടിയെത്തി. പ്രഭോ, എനിക്ക് പറ്റിയ തെറ്റ് അങ്ങ് ക്ഷമിക്കണം. എനിക്ക് കഴിയുന്ന വിധത്തിലെല്ലാം ഞാൻ അങ്ങേക്ക് സഹായം വരലാം. വാനര സൈന്യത്തിന് ലങ്കയിലേക്ക് നടന്നു പോകാനുള്ള സ്ഥലം തരികയും ചെയ്യാം. ശ്രീരാമൻ പറഞ്ഞു, ശരി, പക്ഷെ ഞാൻ തൊടുത്ത ശരം വെറുതെ പിൻവലിക്കാൻ പാടില്ല. അതിനൊരു ലക്ഷ്യമുണ്ടായാലേ പറ്റൂ. അങ്ങെനിക്കൊരു ലക്ഷ്യം കാട്ടിത്തരണം. സാഗരം അപേക്ഷിച്ചു. എൻ്റെ ഉത്തരഭാഗത്ത് ദ്രൂമകുല്യ എന്നൊരു പ്രദേശമുണ്ട്. ഭീകരന്മാരായ കുറെ ചോരന്മാർ അവിടെയുള്ള എൻ്റെ വെള്ളം കുടിച്ചു പറ്റിക്കുന്നു. അങ്ങ് ദ്രൂമകുല്യയിലേക്ക് അമ്പയക്കണം. അതനുസരിച്ച് ശ്രീരാമൻ ആ സ്ഥലത്തേക്ക് വിട്ട ശരം ലക്ഷ്യത്തിൽ പതിച്ചു. അവിടെ രസാതലത്തിൽ നിന്ന് ജലമുയരുകയും പിൽക്കാലത്ത് അവിടം വ്രണകൂപം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. സാഗരം പറഞ്ഞു, പ്രഭു, വിശ്വകർമാവിൻ്റെ പുത്രനായ നളൻ എന്നിൽ ഒരു ചിറകെട്ടി ഉണ്ടാക്കട്ടെ. ഞാനൊരു ചിറയെ താങ്ങി നിന്നുകൊള്ളാം. അതിലൂടെ അങ്ങേക്കും മറ്റുള്ളവർക്കും ലങ്കയിൽ എത്തുകയും ചെയ്യാം. തുടർന്ന് സാഗരം ശ്രീരാമനെ പ്രണമിച്ചിട്ട് അപ്രത്യക്ഷമായതിനു ശേഷം നളന്റെ നേതൃത്വത്തിൽ 100 യോജന ദൂരമുള്ള അണക്കെട്ട് ഒരുക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആയിരക്കണക്കിന് വാനരന്മാർ വനങ്ങളിലും പർവ്വതങ്ങളിലും കടന്നു ചെന്ന് മഹാവൃക്ഷങ്ങൾ കടപുഴക്കിയെടുത്തും വലിയ പാറക്കഷ്ണങ്ങൾ അടർത്തിയെടുത്തും കൊണ്ടുവന്ന് കൂട്ടിയിട്ടു. നളൻ അവയെല്ലാം ഉപയോഗിച്ച് ഏറ്റവും വിദഗ്ധമായ രീതിയിൽ ഉറപ്പും ബലവുമുള്ള അണ കെട്ടുന്നതിൽ ജാഗരൂകനായി. ആദ്യ ദിവസം അണയ്ക്ക് 14 യോജന നീളവും, രണ്ടാം ദിവസം 20 യോജന നീളവും, മൂന്നാം ദിവസം 21 യോജന നീളവും, നാലാം ദിവസം 22 യോജന നീളവും, അഞ്ചാം ദിവസം 23 യോജന നീളവും എന്ന കണക്കിന് പണി തീർന്നപ്പോൾ സമുദ്രത്തിന്റെ ഉത്തരതീരത്ത് നിന്ന് ആരംഭിച്ച് സേതു ലങ്കയിൽ എത്തിച്ചേർന്നു. ശ്രീരാമലക്ഷ്മണന്മാർക്കും സുഗ്രീവാദി വാനര പ്രമുഖന്മാർക്കും അവർ നയിക്കുന്ന സംഖ്യാതീതമായ വാനരഭടന്മാർക്കും ശത്രുരാജ്യത്തിന്റെ മണ്ണിൽ കാലുകുത്തുവാൻ പ്രയാസമുണ്ടായില്ല. ശ്രീരാമൻ ശാസ്ത്രരീതി അനുസരിച്ച് വാനരസേനയെ ഒട്ടേറെ വ്യൂഹങ്ങളായി വിഭജിച്ച് ഓരോ വ്യൂഹത്തിന്റെയും നേതാവായി ഓരോ മഹാപരാക്രമിയെ നിയോഗിച്ച് യുദ്ധോത്സാഹത്തോടുകൂടി നിലകൊണ്ടു. ഇനി യുദ്ധവിവരം അടുത്ത ദിവസം.